ഇന്ന് നമുക്ക് പുഴുങ്ങിയ ചീനിയുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ആടാർ ഐറ്റം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചെറിയ മീനും ഉണ്ടമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഈ ചെറിയ മീൻ കാരൽ, പിന്നെ അയല മീൻ, പിന്നെ പാരമീൻ എന്നൊക്കെ പറയുന്നത്, അതെല്ലാം ഇങ്ങനെ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. ചീനിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ അതിനായിട്ട് ഉണ്ടമുളക്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉണ്ടമുളക്, കടയിൽ നിന്ന് പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന പച്ചമുളകല്ല, അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഉണ്ടമുളക് രണ്ടായിട്ട് കീറിയതും ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിയരുത്, കുറച്ച് കട്ടിക്ക് അരിയണം. കാരണം ഇത് മൂത്ത് പോയാൽ കൊള്ളത്തില്ല, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടത്തില്ല. കടുക് വറുക്കുന്ന പോലെ കരിഞ്ഞു പോകരുത്. ആദ്യം കടുക് പൊട്ടിക്കുമ്പം കടുക് പൊട്ടിച്ച് ഉണ്ടമുളക് ഇട്ട് 1 മിനിറ്റൊക്കെ വാട്ടുക. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് രണ്ടും കൂടി ഒന്നിച്ച് ഇളക്കി കൊടുക്കുക. ഒരുപാട് വാടാതെ ചെറിയൊരു വാടൽ കഴിയുമ്പോഴത്തേക്കും പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അത് തിളയ്ക്കുമ്പോഴേ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയൊക്കെ അവനവൻ്റെ എരിക്ക് അനുസരിച്ചേ ചേർക്കാവൂ, കൂടുതലായ കൊള്ളത്തില്ല. ഇതിപ്പം കളറ് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി മുറ്റാത്ത കുരുമുളകായിരുന്നു, അത് പൊടിച്ചപ്പം കൂടുതൽ തൊണ്ട് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും കളർ. ഇല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് കിട്ടുന്നത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീനും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കാം. നല്ല മണം വരും. ഈ ചാറ് കുറുകി പോരുത്, ഇതിൻ്റെ ചാറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ചാറ് കൂട്ടി തിന്നാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ കൂട്ടി നോക്കുക, വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്.